ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു. വിന്നറേയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിന്നർ മറ്റാരുമല്ല, നമ്മൾ നേരത്തെ അറിഞ്ഞ പോലെ ജിൻഡോ തന്നെയാണ്. റണ്ണറപ്പായിട്ട് അർജുൻ, 3-ാം സ്ഥാനത്തേക്ക് ജാസ്മിൻ, 4-ാം സ്ഥാനത്ത് അഭിഷേക്, 5-ാം സ്ഥാനത്ത് ഋഷി. അപ്പൊ ഇതില് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും മുന്നോട്ടും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ജാസ്മിൻ ആയിരുന്നു സെക്കൻഡ് വരേണ്ടത്, തേർഡ് അർജുൻ ആയിരുന്നിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന ആൾ ജയിക്കണം, അല്ലെ ഒന്നാമത് വരണം, രണ്ടാമത് വരണം എന്നൊക്കെ. എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വോട്ടിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഗബ്രി ഒക്കെ കയറുന്നതിന് മുമ്പ്, അതും ഗബ്രി കയറി ആ ഒരു ദിവസം വരെ അർജുനും ജാസ്മിനും നല്ല ടൈറ്റ് മത്സരമായിരുന്നു. ടൈറ്റ് മത്സരം എന്ന് വെച്ചാൽ അതുപോലെ ടൈറ്റ് ആയിരുന്നു. കൂടിയും കുറഞ്ഞും നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അതിൻ്റെ അടുത്ത ദിവസം ഗബ്രിയുടെ യഥാർത്ഥ സ്വഭാവവും ജാസ്മിൻ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു തുടങ്ങിയത്. ഇവരുടെ ഈ ചെയ്തികൾ കണ്ട് ഇതിനു മുമ്പ് പറയാനുള്ളത്, ഈ ജാസ്മിൻ ഒരു പാവമാണ്, പോട്ടെ, ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചു നിഷ്പക്ഷമായ കുറെ പേര് വോട്ട് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ ജിൻഡോ ജയിക്കരുതെന്ന് പറഞ്ഞ് കുറെ പേര് അർജുൻ വോട്ട് ചെയ്തവരുണ്ട്. ഇത് രണ്ടും ഈ ജാസ്മിൻ മൂന്നാമത് പോകാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഗബ്രിയും ജാസ്മിനും അന്നത്തെ ദിവസം അവിടെ കാട്ടിക്കൂട്ടിയത്, ഈ നിഷ്പക്ഷമായ കുറെ വോട്ടുകൾ, പാവമല്ലേ വോട്ടെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവർ കുറെ പേരുണ്ട്. ഞാൻ അതങ്ങനെ കുറെ പേരെ എനിക്കറിയാവുന്നവരുണ്ട്. അവരെല്ലാം മാറ്റിക്കുത്തി. നിങ്ങൾ ആ വോട്ടിങ്ങിന്റെ കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, തുച്ഛമായ വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ജാസ്മിനും അർജുനും തമ്മിൽ. അപ്പൊ ഈ നിഷ്പക്ഷമായ കുറെ പേര് പോട്ടെ, ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയതല്ലേ, പാവമാണ്, ഇതെല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്തവരുണ്ട്. അവരെല്ലാം പിന്നെയും മാറ്റിക്കുത്തി. എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ അറിഞ്ഞത് വെച്ച്. അപ്പം ഡിസേർവിങ് ആയിരുന്നത് സെക്കൻഡ് പറഞ്ഞ പോലെ ഭയങ്കര TRP ഉണ്ടാക്കി കൊടുത്തു, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിലും വലിയ TRP കൊടുത്തു. ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെട്ടത് ജാസ്മിന്റെ പേരിലാണ്, ജാസ്മിനാണ് ഇത്രയും ചർച്ചാ വിഷയമാക്കിയതെന്ന് പറയുന്നതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ജനങ്ങൾ വോട്ട് ചെയ്യുക, ആ വോട്ടിംഗ് ആണ് ബിഗ് ബോസ് നോക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഏകദേശം രൂപം കിട്ടിക്കാണും. അകത്തെന്ത് കളികൾ നടന്നോ, കളികൾ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ ഇനി പുറത്തേ വരത്തുള്ളൂ. ഇനി കുറെ കഴിയുമ്പോഴേ പുറത്ത് വരത്തുള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴുള്ള ഈ ടോപ്പ് 5 വന്നിട്ട് ഈ 3 പേര്, അർജുൻ, ജാസ്മിൻ, ജിൻഡോ, ഈ 3 പേരും കപ്പ് അർഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ TRP കൂട്ടി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടാണെങ്കിലും ചർച്ചാ വിഷയമാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു മാനദണ്ഡമല്ല. വിജയിക്കാൻ ഒരു മാനദണ്ഡമൊന്നുമല്ല. ഇതില് ജനങ്ങളുടെ വോട്ടും ജനങ്ങളുടെ സപ്പോർട്ടുമാണ് വേണ്ടത്. പക്ഷെ ഇത് ആദ്യം മുതലേ ജാസ്മിൻ അത് മനസ്സിൽ കരുതിയിരുന്നെങ്കിൽ, ആ ഗെയിം ആണെന്ന് വിചാരിച്ച് മുന്നോട്ട് കളിച്ചിരുന്നെങ്കിൽ, ഇതൊരു ഗെയിം ആണെന്ന് വിചാരിച്ച് കളിച്ചിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു. അതുപോലെ പല പ്രാവശ്യവും ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കപ്പില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കപ്പൊന്നും ഇപ്പൊ ഒരു വിഷയമല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. അത് നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോകാനുള്ള സമയങ്ങൾ ഇനിയും മുന്നോട്ട് വരുമെന്ന് നമുക്കറിയാം. അപ്പം ചുരുക്കം ഞാൻ പറഞ്ഞത്, ജിൻഡോ ഡിസേർവിംഗ് ആയിരുന്നു. ജിൻഡോയ്ക്ക് ഈ സീസണിൽ കപ്പെടുക്കാൻ, ഈ ടോപ്പ് 5 വന്നതിൽ കപ്പെടുക്കാൻ യോഗ്യത ഉള്ളത് ജിൻഡോ തന്നെയായിരുന്നു. പക്ഷേ ഇതിലും ഡിസേർവായ ആൾക്കാർ വെളിയിൽ പോയി, പുറത്തുപോയി, പല കാരണങ്ങൾ കൊണ്ടും. രണ്ടാമത് അർജുൻ രണ്ടാമത് വന്നത്. ഇപ്പൊ എല്ലാവരും പറയാം അർജുൻ വാഴയായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു, അർജുൻ ഒന്നും ചെയ്തില്ല, അർജുൻ അവിടെ രണ്ടാമതായെന്ന്. അർജുൻ രണ്ടാമതായത് എന്തുകൊണ്ടാണ്? ജാസ്മിന് എതിരായിട്ടുള്ള കുറെ വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ കാണിച്ചതിന് ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട്. ഈ ആട് നിൽക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ ലാസ്റ്റ് എഫക്ട് ചെയ്തത് ജാസ്മിൻ ആയിരുന്നു. അതുപോലെ ലാസ്റ്റത്തെ 2-3 ആഴ്ച അർജുന്റെ പെർഫോമൻസും ഭയങ്കര നല്ല രീതിയിലായിരുന്നു. പക്ഷെ ഈ പഴയ കണ്ടസ്റ്റൻസ് എല്ലാം അകത്ത് കയറിയതിന് ശേഷം പിന്നെയും നെഗറ്റീവായത് ജാസ്മിൻ ആയിരുന്നു. അപ്പൊ ഈ നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്ന കുറെ വോട്ടുകളുണ്ട്. ഈ സീസണിൽ അങ്ങനെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ പലർക്കും പറ്റാത്ത കുറെ വോട്ടുകളുണ്ട്. ഫാൻ ആകാത്ത, ഈ എപ്പിസോഡ് കാണുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈവ് കാണുന്നു, ഓരോരുത്തർക്ക് ഓരോ ദിവസം ഓരോ വോട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വോട്ടുകളുണ്ട്. ആ വോട്ടുകളെല്ലാം ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ റിസർവിങ് ആയിരിക്കാം, പക്ഷെ ജാസ്മിന്റെ കയ്യിലിരിപ്പാണ് ജാസ്മിൻ തേർഡായി പോയത്. ഈ ഫാക്റ്റുകളെല്ലാം അതിനകത്ത് പെടുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ തേർഡ് പൊസിഷനിലേക്ക് പോകാൻ കാരണങ്ങൾ ആയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ജിൻറ്റപ്പൻ കപ്പടിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. 7 മണി മുതൽ നമുക്ക് ഷോ ഏഷ്യാനെറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഗ്രാൻഡ് ഫിനാലെ 7 മണിക്ക് തുടങ്ങും. നമുക്ക് എല്ലാവർക്കും എന്തായാലും അത് കാണാം. തീർച്ചയായിട്ടും ജിൻറ്റപ്പൻ കപ്പടിക്കുന്നതും ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പുറത്താകുന്നതും എല്ലാം നമുക്ക് അതിൽ അറിയാൻ പറ്റും.